ഹരി ഓം. പ്രണമ്യ സർവലോകേശം, എല്ലാ ലോകക്കും പ്രണമ്യ സർവലോകേശം, എല്ലാ ലോകത്തും ഈശ്വരനായിട്ടുള്ള ദേവദേവേശ്വരം ഹരിയും, ദേവതകൾക്കും ദേവനായിട്ടുള്ള ഭഗവാനായ ഹരിയെ നീതിസാരം പ്രപശ്യാമി, നീതിസാരത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. സർവശാസ്ത്ര സമാഹൃതം, എല്ലാ ശാസ്ത്രത്തിലും സമാഹരിക്കപ്പെട്ടിരിക്കുന്ന വിഷ്ണു ഭഗവാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രൂയതാം ധർമ്മ സർവസ്വം, എല്ലാ സർവധർമ്മവും കേൾക്കൂ. ശ്രുത്വാജൈവ വിചാരിതാം, കേട്ടതിന് ശേഷം വിചാരണം ചെയ്യും, നന്നായിട്ട് ആലോചിച്ച് നോക്കൂ. ആത്മന പ്രതികൂലാനി, ആത്മാവുക്ക് വിപരീതമായിട്ടുള്ളത്. പരോക്ഷാന്ന സമാചരേത്, അത് ഇന്നൊരാൾക്കായിട്ട് ചെയ്യാൻ പാടില്ല. അപരേക്ഷ്യെന്ന കർത്തവ്യം, പരീക്ഷിക്കാണ്ട് ചെയ്തുകൂടാ. കർത്തവ്യം സുപരീക്ഷ്യജ, നല്ല പരീക്ഷിച്ചതിന് ശേഷം ചെയ്യണം. നചേത് ഭവതി സന്താപ, ഇല്ലെങ്കിൽ കഷ്ടമുണ്ട്. ബ്രാഹ്മണ്യ കുലാദ്യത, ബ്രാഹ്മണി, അതായത് ഒരു സ്ത്രീ ഒരു കിരീനെ വളർത്തിയിരുന്നു. പാമ്പ് കടിക്കാൻ വന്ന സമയത്ത് ആ കിരി കെട്ടിയിട്ടത് പൊട്ടിച്ചിട്ട് പാമ്പിനെ കടിച്ചു പോന്നു. എന്നിട്ടത് ആ വളർത്തിയ അമ്മയുടെ അടുത്തിലേക്ക് ഓടിയപ്പോൾ അതെൻ്റെ കുട്ടീനെ തിന്നിട്ട് വരികയെന്ന് വിചാരിച്ചിട്ട് ആ പാനി കൊണ്ടുവന്ന് ആ കിരീനെ കൊന്നു. വരുമ്പോഴേക്ക് പാമ്പ് ചെത്ത് കിടക്കുന്നത് കണ്ടപ്പോഴാണ് കിരീനെ കൊന്നത് നഷ്ടമായിപ്പോയി മനസ്സിലായത്. അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം, ശുഭമായ കർമ്മവും അശുഭമായ കർമ്മവും തീർച്ചയായിട്ടും അനേക ജന്മങ്ങളിലുള്ളിൽ അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. നാഭുക്തം ക്ഷീയതേ കർമ്മ, അത് അനുഭവിക്കാണ്ട് ക്ഷയിക്കൂല കർമ്മമാണ്. കൽപ്പകോടി ശതേരവി, കോടി ജന്മം എടുത്താലും ഇപ്പം രക്ഷപ്പെടാൻ ഒരു പ്രായശ്ചിത്തം ചെയ്യാം. പക്ഷെ വീണ്ടും അതിൻ്റെ കർമ്മഫലം തീരുന്നില്ല എന്ന് വന്നാൽ അത് അനുഭവിച്ചേ പറ്റും. ഒരാളെ ഇപ്പോൾ നമ്മൾ അവഹേളിച്ചെങ്കിൽ ഈ അവഹേളനം എന്നുള്ളത് തൽക്കാലം രക്ഷപ്പെടാം, അടുത്ത ജന്മാവിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്ത് രക്ഷപ്പെടാം. എന്നാലും ഇത് വീണ്ടും ഏതോ ഒരു കാലത്തിൽ നമ്മളിത് അനുഭവിക്കണമെന്നില്ലാണ് നീതിസാരത്തിൽ മനസ്സിലാവും. അർത്ഥാനാമാർജനേ ദുഃഖം, പണം ഉണ്ടാക്കാൻ കഷ്ടം. ആർജിതാനാം ദുരക്ഷണേ, ആർജിച്ചത് രക്ഷിക്കൽ അതെവിടെ കഷ്ടം, അതിനെക്കാണി കഷ്ടം. ആയേ ദുഃഖം വ്യയേ ദുഃഖം, കൊണ്ടിരുന്നതിലും കഷ്ടം, ആയം വ്യയം ചെലവ് ചെയ്യുന്നതിലും കഷ്ടം. ദുഃഖം അർത്ഥ കിം ദുഃഖഭാജനം, പണം ദുഃഖാന്ന്, ദുഃഖഭക്കാന്ന്. ബുദ്ധാനേവ വിജാനാധി വിദ്വജ്ജന പരിശ്രമം, അറിവുള്ളവരുടെ ആയ ശ്രമം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും അറിവില്ല എന്നുള്ള അർത്ഥം. അറിവിനെ മനസ്സിലാക്കുന്ന ആ ഒരു ടെൻഡൻസി ഇല്ലവർക്ക് ആ അറിവിനെ മനസ്സിലാക്കാൻ എളുപ്പമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അറിവെല്ലാവർക്കും ഉണ്ട്, അറിവില്ലാത്തവരാരുമില്ല. വിദ്വാനേ വിജാനാതി വിദ്വജ്ജന പരിശ്രമം നഹിവന്ധ്യാ വിജാനന്തി ഗുരുവീം പ്രസവം. ഒരുപോലും മുള്ളുകുത്താത്തവർക്ക് മുള്ളുകുത്തിയ എന്താ വേദന എന്നറിയില്ലല്ലോ. അതുപോലെ പ്രസവിക്കാത്തവർക്ക് ഒരു വന്ധ്യയായ സ്ത്രീ മലടി, അതായത് എന്താണെന്ന് പറയണ്ടേ, ആ സ്ത്രീക്ക് പ്രസവ വേദന എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയുക? പാലിൻ്റെ ടേസ്റ്റ് എന്തെന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെല്ലം പോലെ എന്ന് പറയാൻ പറ്റില്ല. വെല്ലത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഞ്ചസാര പോലെ പറയാൻ പറ്റില്ല. അതുപോലെ അതിനെല്ലാം വ്യത്യാസമുണ്ടല്ലോ. മാതാപിതാച മേ ശത്രു ഏന ബാല്യേന പാഠ്യതേ, ബാല്യകാലത്തിൽ പഠിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ ആത്മവിദ്യയായാലും ശരി സാധാരണ വിദ്യ ആയാലും ശരി ആ അച്ഛനും അമ്മയാണ് ആ കുട്ടിയുടെ ശത്രു എന്നാണ് മനസ്സിലാവുന്ന ഒരു ശ്ലോകം. സഭാമധ്യേന ശോഭതേ ഹംസമധ്യേ പ്രബോധത, സഭയിൽ ശോഭിക്കാത്തതിന് കാരണം ഏത് സഭയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും ആ സഭയിൽ നിന്നാൽ നമുക്ക് സംസാരിക്കാം. ആത്മവിദ്യയുടെ സഭയിൽ വന്നാൽ ആത്മവിദ്യ അറിഞ്ഞാലേ സംസാരിക്കാൻ പറ്റും. അതേപോലെ ബഗം എന്ന് പറഞ്ഞാൽ കൊക്ക്, ഈ ഹംസം നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഹംസം പാല് മാത്രം എടുത്തിട്ട് വെള്ളാട വെക്കും. ഈ കൊക്കിന് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടും എടുക്കണം, ഒന്നായിട്ട് എടുത്തിട്ട് ഒന്നാടെ വെക്കാനാവില്ല. അത് സത്ത് എന്നില്ല, നല്ലത് എടുത്തിട്ട് ചീത്ത ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് ആത്മവിദ്യ ഇല്ലവർക്ക് പറ്റും, ആത്മവിദ്യ ഇല്ലാത്തവർക്കാവും. ആത്മവിദ്യ
ആത്മവിദ്യേൻ്റെ വിശേഷം, പഠിപ്പിൻ്റെ വിശേഷം. അത് ഒരു കവിത എഴുതണം എന്ന് പറഞ്ഞാൽ കവിത എഴുതുന്നവർക്കത് കവിത എഴുതുന്ന സമയത്ത് കവിത എഴുതാം. ചിത്രം എഴുതുന്ന ഗോഷ്ഠിയിൽ ചിത്രം എഴുതാൻ അറിയുന്നവർക്ക് അത് ചിത്രം എഴുതി കാണിക്കാം. അതായത് സംഗീതം അറിയുന്നവർക്ക് സംഗീതം അറിയുന്ന ഗോഷ്ഠിയിൽ നിന്ന് സംഗീതം ചൊല്ലാം. മറ്റവർ കേൾക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ചിന്ന വയസ്സിൽ അഭ്യാസം ചെയ്യാൻ പറ്റിയിട്ടില്ലവർക്ക് ആ സഭയിൽ അവരവർ ശോഭിക്കുന്നു. അല്ലാത്തവർ അതിന് സൗകര്യമില്ല. കർപ്പൂരധൂളി കലിതാലവാലെ കസ്തൂരിക കൽപ്പിത ദോഹളശ്രീ. ഈ ഉള്ളി ഉണ്ടല്ലോ, അതിന് കർപ്പൂരം കൊണ്ട് കർപ്പൂര പൊടിയിട്ടിട്ട് അതിന് പന്നീർ കൊണ്ട് നനച്ച് ഹിമാംശു കുംഭേരഭിഷിച്യമാന തങ്കക്കുടം കൊണ്ടോ അല്ലെങ്കിൽ പനിക്കണം കൊണ്ടോ അത് അഭിഷേകം ചെയ്താലും ശരി. പ്രാഞ്ചം ഗുണം മുഞ്ച് നോ പറയാണ്ടു. ആ ഉള്ളിൻ്റെ വാസന മാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോയിരിക്കണം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത്. എന്നാലും അതിൻ്റെ ഗന്ധം എനിക്ക് പോകില്ല. അതുപോലെ ഈ പൂർവ്വജന്മാർജിതമായ വാസന നശിപ്പിക്കൽ എളുപ്പമല്ല. എപ്പോഴപ്പെട്ട ആത്മജ്ഞാനമായാലും അതൊരു ആത്മജ്ഞാനമാണെന്ന് തോന്നണമെന്നില്ല. ആത്മജ്ഞാന വാസനയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, അതിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. അതേപോലെ വിദ്യ, ഏത് വിദ്യയിൽ പൂർവ്വ വാസനയുണ്ടോ ആ വാസന വരും. ഏത് പൂർവ്വ മുഹൂർത്തത്തിൽ നല്ല വിവാഹ കാലങ്ങൾ നടന്നു അത് ഓട്ടോമാറ്റിക്കായി നല്ല കാലങ്ങളിൽ തന്നെ ആ വിവാഹം നടക്കും. അത് ജ്യോതിശാസ്ത്രത്തിൽ സിദ്ധമായിട്ടുള്ള കാര്യം. അതേപോലെ നമ്മുടെ കർമാവിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ആചാര്യപാദമാദത്തെ ആചാര്യൻ കിട്ടിയത് നല്ല ഒരു പാദത്തെ മനസ്സിലാക്കാം. പാദ ശിഷ്യസ്വമേധയ ബാക്കി അവൻ്റെ സാമർഥ്യം കൊണ്ട് 25% മനസ്സിലാക്കാം. അപ്പോൾ 50% പാദം സബ്രഹ്മചാര്യ കൂടെ നടക്കുന്നവർ ഇതിനെ അനുകൂലിച്ചില്ലവരാണെന്ന് വെച്ചാൽ 75% അവന് കൈക്കൽ വന്നു. അതിന് വിരുദ്ധമെന്ന് വിചാരിച്ചാൽ 50% അവലിനെ കഷ്ടമായി. പാദം കാലക്രമേണത് കാലക്രമത്തിലും പാദം വരും. ആ അവരനുഭവത്തിൽ നിന്നും വിദ്യ കൊണ്ടും കൂടെയുള്ളവരോ സഹവാസം കൊണ്ടും എല്ലാം അങ്ങനെയാണ് വിദ്യ പൂർണ്ണമാകുന്നത്. ആത്മജ്ഞാനമായാലും ശരി, സാധാരണ ലൗകിക വിദ്യ ആയാലും ശരി. ശ്രുതമിച്ഛതി പിതരഹ, അച്ഛൻ നല്ല കേൾവിപ്പെട്ട ഭർത്താവായിരിക്കണം വിചാരിക്കണം. ധനമിച്ഛന്തി മാതാ ധനമിച്ഛന്തി മാതരഹ, അമ്മ പണമില്ലവാനായിരിക്കണം എന്ന് വിചാരിക്കണം. ബാന്ധവാ കുലമിച്ഛന്തി, ബന്ധുക്കളെ കുലം നല്ല കുലായിരിക്കണം അവർ വിചാരിക്കും. രൂപമിച്ഛന്തി കന്യക, പെണ്ണ് നല്ല രൂപലഭൂഷണമായിരിക്കണം വിചാരിക്കും. വൃശ്ചികസ്യ വിഷം പുച്ഛം, തേളിന് അതിൻ്റെ കൊടുകിലാണ്, അതിൻ്റെ വാലിൻ്റെ അവസാനമാണ് വിഷം. മക്ഷികായ വിഷം ശിരഹ, തേനിയായാലും ശരി എന്താ കാട്ടാളിനായാലും ശരി അതിന് മഷികായ വിഷം ശിരഹ, അതിൻ്റെ തലയിലില്ല കൊടുകിലാണ്. തക്ഷകസ്യ വിഷം ദന്തം, ഈ കടിക്കുന്ന പാമ്പുണ്ടല്ലോ അതിന് അതിൻ്റെ പല്ലിലാണ് വിഷം. സർവാംഗേ ദുർജനസ്യ ച, എല്ലാ അംഗത്തിലും ദുർജന് എല്ലാ അംഗവും വിഷമാണ്. ദുർജനെ കാണുന്നതിന് ദുരിതപരിവർജ്ജയെന്നാണ് അങ്ങനെയാണ് പറയുന്നത്. ഹരിഹി ഓം.